Dear students, welcome back to a new video. ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ് ഇംഗ്ലീഷ് യൂണിറ്റ് 2 അതിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ഡോൾസ് ജേണി എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസ്, അതിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ചോദ്യോത്തരങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ ഏഴിൻ്റെ എല്ലാ സബ്ജക്റ്റുകളുടെയും ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ തന്നെ 7th സ്റ്റാൻഡേർഡ് ഓൾ സബ്ജക്ട്സ് എന്ന പ്ലേലിസ്റ്റിൽ, ഈ ചാനലിൽ തന്നെയുള്ള പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളത് പോയി കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായി വരുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പോകാം. ഒന്നാമത്, വാട്ട് ഡിഡ് കാഫ്ക പ്രോമിസ് ദ ഗേൾ? കാഫ്ക പ്രോമിസിന് എന്താണ്, ഗേളിന് എന്താണ് പ്രോമിസ് ചെയ്തത്? എന്താണ് പ്രോമിസ് ചെയ്തത്? Kafka promised the girl that he would meet her the next day to continue looking for her lost doll. എന്നാണ് കാഫ്ക എന്താ പ്രോമിസ് ചെയ്തത്? ഹി വുഡ് മീറ്റ് ഹെർ, നാളെ അവളെ കാണും, ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ഹെർ അവളുടെ നഷ്ടപ്പെട്ടു പോയ ഡോളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനു മുമ്പ് ഇവിടെ ഒരു ചോദ്യം ഉണ്ട് അല്ലേ? ഇമാജിൻ യു ഹാഡ് എ ഡോൾ അറ്റ് ഹോം, ഹൗ ഡിഡ് യു കെയർ ഓഫ് ഇറ്റ്? എങ്ങനെയാണ് നിങ്ങൾ അതിനെ, നിങ്ങളുടെ വീട്ടിലൊരു ഡോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യുക? എങ്ങനെ കെയർ ചെയ്യാം? ഇഫ് ഐ ഹാഡ് എ ഡോൾ അറ്റ് ഹോം ഐ വുഡ് ടേക്ക് കെയർ ഓഫ് വിത്ത് അഫെക്ഷൻ ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഐ റെഗുലർലി ക്ലീൻ, ഞാൻ ക്ലീൻ ചെയ്യും. ദ ഡോൾ ടു കീപ് ഇറ്റ് ലുക്കിംഗ് ഇറ്റ്സ് ബെസ്റ്റ്, സച്ച് ആസ് ബ്രഷിംഗ് ഇറ്റ്സ് ഹെയർ, വൈപ്പിംഗ് ഡൗൺ ഇറ്റ്സ് ബോഡി വിത്ത് എ ഡാം ക്ലോത്ത്സ് ആൻഡ് യൂസിങ് ജെന്റിൽ സോപ്പ് ടു റിമൂവ് എനി സ്റ്റൈൻസ്. അല്ലേ, അതിലെല്ലാം സോപ്പിട്ട് കഴുകുകയൊക്കെ ചെയ്യും. I would store the doll in safe placeൽ വെക്കും to prevent damage. I would ensure that the doll's clothing and accessories are in good condition. അതിൻ്റെ ക്ലോത്തുകളൊക്കെ നല്ല ഗുഡ് കണ്ടീഷനിലാക്കും. This might involve changing the doll's outfit periodically to avoid wear and tear on the same clothes. സെയിം ക്ലോത്ത്സിലുണ്ടാകുന്ന wear and tear ഒഴിവാക്കാൻ വേണ്ടി അതിൻ്റെ ഇത് മാറ്റും. I would engage in imaginative play with the doll by creating a mini world. ഞാൻ എന്താണ് ഡോളുമായിട്ട് എൻഗേജ് ചെയ്യും. ഫോർ സ്പെഷ്യൽ ഒക്കേഷൻ ഐ മൈറ്റ് ഗിവ് ദ ഡോൾ എ ബാത്ത് സ്റ്റൈൽ ആൻഡ് ഡ്രസ് ഇറ്റ് അപ്പ് വിത്ത് എ ഫെസ്റ്റീവ് ഔട്ട്ഫിറ്റ്. അതിന് വേണ്ട എന്താണ് ഈ ഫെസ്റ്റീവ് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അതിന് പറ്റിയ ഡ്രസ്സൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ബാക്കി ചോദ്യങ്ങളിലേക്ക് ആകാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? വൈ വാസ് ദി ഗേൾ മൂഡി? ഗേൾ എന്തുകൊണ്ടായിരുന്നു മൂഡിയായത്? എന്തുകൊണ്ടാണ്? ദ ഗേൾ ബിക്കേം മൂഡി ബിക്കോസ് ഷി വാസ് മിസ്സിങ് ഹെർ ഡോൾ. കാരണം അവളുടെ ഡോള് മിസ്സായി. ആൻഡ് ബാഡ്ലി വാണ്ടഡ് ഹെർ ടു കം ബാക്ക്. അവൾക്ക് എന്തായാലും ആ ഡോള് തിരിച്ചു വേണമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ, ദർ വേർ നോ ലെറ്റേഴ്സ് ഫോർ സം ഡേയ്സ്. വൈ? കുറച്ച് ദിവസമായി ലെറ്റേഴ്സ് ഒന്നുമില്ല. വൈ? എന്തുകൊണ്ടാണ്? കാഫ്ക റിയലൈസ്ഡ് ഹി കുഡ് നോട്ട് കണ്ടിന്യൂ ടു മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനിറ്റ്ലി as the girl was become moody and desperate for the doll to return. ഡോള് തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് എന്താണ്, അവൾ മൂടിയാണ്. കാഫ്ക നീഡഡ് ടൈം ടു കം അപ്പ് വിത്ത് ആൻ എക്സ്പ്ലനേഷൻ ഫോർ ദ ഡോൾസ് prolonged absence that would satisfy girl. So there were no letters from there. അതുകൊണ്ടാണ് കത്തൊന്നും ഇല്ലാത്തത്. ഇനി, ഡു യു ലൈക്ക് എൻഡിങ് ഓഫ് ദി സ്റ്റോറി? സജസ്റ്റ് അനദർ എൻഡിങ്. ഈ കഥയുടെ എൻഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇല്ലെങ്കിൽ നിങ്ങൾ വേറൊരു എൻഡിങ് പറയാമോ? ഇതിൻ്റെ അവസാനേ ദ എൻഡിങ് ഓഫ് ദി സ്റ്റോറി ഈസ് ബിറ്റർ സ്വീറ്റ്. അല്ലേ, കുറച്ച് എന്താണ് രസകരമാണ്. ഇറ്റ് ലീവ്സ് ദ ഗേൾ വിത്ത് എ സെൻസ് ഓഫ് ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കും. അറ്റ് റിസീവിങ് ന്യൂസ് ഫ്രം ഹെർ ഡോൾ ബട്ട് ഓൾസോ സാഡ് ആൻഡ് ലോൺലി ടു സീ ഹെർ ഡോൾ അഗെയിൻ. വീണ്ടും കാണണമെന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് എൻഡിങ് വിത്ത് ദ ഡോൾസ് എൻഗേജ്മെന്റ്, Kafka could have arranged for the doll to return the girl. The girl would be happy. The girl would be happy and delighted. Okay. ഇനി അടുത്തത്, read the story once again and identify the following: location, characters, theme. ഏതൊക്കെയാണ് ലൊക്കേഷൻ? the place story take place in a park in Berlin. Characters, Franz Kafka, the German writer. The girl, a young girl who lost her favorite doll. The doll that
ദ ഗേൾസ് ഫേവറേറ്റ് ഡോൾ. പിന്നെ തീം എന്താണ്? ദ സ്റ്റോറി എക്സ്പ്ലോസ് ദ തീം ഓഫ് ലോസ്. നഷ്ടപ്പെടുന്നതിൻ്റെ ഇതാണ്. എംപതി, ക്രിയേറ്റിവിറ്റി ആൻഡ് പവർ ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. ഇറ്റ് ഹൈലൈറ്റ്സ് കാഫ്ക കൈൻഡ്നെസ് ആൻഡ് ഇൻവെൻറ്റീവ്നെസ് ഇൻ കംഫർട്ടിംഗ് ആൻഡ് ഡിസ്ട്രസ്ഡ് ചൈൽഡ് ത്രൂ ദ ഇമാജിനേറ്റീവ് മീൻസ്. ഓക്കെ, അതൊക്കെയാണ് അതിൻ്റെ തീമും മറ്റു കാര്യങ്ങളും. ഇനി ആക്ടിവിറ്റി 2, റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നിന്ന് എടുത്ത സെൻറ്റൻസുകൾ നോക്കുക. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. അതൊരു ശനി വൈകിച്ചയ്ക്ക് ശേഷം. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലൂടെ പാർക്കിലൂടെ നടക്കുകയായിരുന്നു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈം ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. ഡോൾ നഷ്ടമായ കുട്ടി കേട്ടോ. അപ്പോൾ കാഫ്ക comforted the little girl who was in great distress. Here is a small part of their conversation. Can you complete it? അപ്പോൾ അവർ തമ്മിൽ എന്ത് സംസാരിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യണം. കാഫ്ക ചോദിക്കുന്നു, ഓ ഡി വൈ യു ആർ ക്രൈയിങ്? ലിറ്റിൽ ഗേൾ മൈ ലവി മൈ ഡോൾ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ കാഫ്ക എന്ത് ചോദിച്ചിട്ടുണ്ടാവും? അതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. വാട്ട് ഹാപ്പൻ ടു യുവർ ഡോൾ? എന്ത് പറ്റി നിന്റെ ഡോളിന്? ഐ ലോസ്റ്റ് ഹെർ, എനിക്ക് നഷ്ടമായി. വാട്ട് ഡസ് ഇറ്റ് ലുക്ക് ലൈക്ക്? അതെങ്ങനെ ഇരിക്കും? ഷീ സ്മോൾ, അത് സ്മോൾ ആണ്, വിത്ത് ബ്രൗൺ ഹെയർ ആൻഡ് ബ്ലൂ ഡ്രസ്. ഡോണ്ട് വറി, വി വിൽ ഫൈൻഡ് ഹെർ, ഐ വിൽ ഹെൽപ്പ് യു ലുക്ക്. ഞാൻ നിന്നെ കണ്ടെത്താൻ സഹായിക്കാം. റിയലി യു വിൽ ഹെൽപ്പ് മീ? എന്നെ സഹായിക്കുമോ? ഓഫ് കോഴ്സ്, ലെറ്റ് സ്റ്റാർട്ട് ലുക്കിംഗ് റൈറ്റ് നൗ. ഇപ്പം തന്നെ നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച് എന്ന് പറയും അല്ലേ. താങ്ക് യു എന്ന് പറയാം. അടുത്ത എനാക്ട് ദ റോൾസ് ഓഫ് ദി ലിറ്റിൽ ഗേൾ ആൻഡ് കാഫ്ക യൂസിങ് ദി കോൺവെർസേഷൻ പ്രിപ്പയർഡ്. അപ്പം മുകളിൽ പറഞ്ഞ ഈ കോൺവെർസേഷൻ നിങ്ങൾ അഭിനയിച്ച് കാണിക്കാനാണ് ക്ലാസ്സിൽ. അടുത്ത റീഡ് ദീസ് സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി. ഇതിന് അടുത്ത സെൻറ്റൻസുകളാണ്. എ ഗേൾ കണ്ടിന്യൂഡ്, പാഠഭാഗത്ത് നിന്ന് എടുത്ത സെൻറ്റൻസുകളാണ്. എ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. എന്താണ്? ഗേള് ഡോളിൽ നിന്ന് ലെറ്റേഴ്സ് എന്താണ് കിട്ടാൻ തുടങ്ങി. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ദ ലെറ്റേഴ്സ് റിലേറ്റഡ് ദി ഗേൾ. ഗേളിന് ആ ലെറ്റേഴ്സ് സന്തോഷമുണ്ടാക്കി. ദിസ് went on for some time. After reading the letters from the doll, the girls was eager to see her. കാണണം തോന്നി. She waited and waited. വീണ്ടും വെയിറ്റ്, but the doll didn't turn up. തിരിച്ചു വന്നില്ല. So he decided to put her thoughts and emotions in a diary. അതുകൊണ്ട് അവളുടെ ഇമോഷൻസും അവരുടെ ഫീലിങ്സ് ഒക്കെ ഒരു ഡയറിയിൽ എഴുതി. എന്തായിരിക്കും ഡയറി? ഡയറിയുടെ ഫോം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും നമുക്ക് എഴുതാം? Date 2. Today I received another letter from my dear doll. She has been on such an exciting adventure. She wrote about visiting Eiffel Tower in Paris and riding a gondola in Venice. ഇതൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് കേട്ടോ. വിസിറ്റ് ഈഫൽ ടവറിൽ പോയി എന്നൊക്കെ പറഞ്ഞ അവൾ എഴുതി. ഐ കാൺട്ട് ബിലീവ് ഓൾ ദ അമേസിംഗ് പ്ലേസസ് ഷീസ് ബീൻ ടു. ഐ ആം സോ ഹാപ്പി ഫോർ ഹെർ ബട്ട് ഐ മിസ് ഹെർ ടെറിബിളി. അവളുടെ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും അവൾ മിസ് ചെയ്യുന്നുണ്ട്. The letters make me feel like she is not too far away. അവൾ ഒരുപാട് അകലെയല്ല എന്ന് എനിക്ക് കത്ത് വായിക്കുമ്പോൾ തോന്നുന്നു. I have been waiting for her to come back. I know she is having a great time and I am glad to she is safe and happy. I hope she comes back. അവൾ തിരിച്ചു വരുന്ന വിചാരിക്കുന്നത്. I want to hear all about her adventures in person and give her a big hug to welcome her home. അവൾക്കൊരു ഹഗ് കൊടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് എഴുതേണ്ടത് അല്ലേ. അടുത്ത ഹിയർ ഇസ് ദ ലെറ്റർ റിട്ടൺ ബൈ ദ ഡോൾ ടു ദി ഗേൾ. റീഡ് ഇറ്റ്. ഡോള് എന്താണ് ഗേളിന് എഴുതിയ കത്താണ്. ഡിയർ ഇർമ, ഹൗ ആർ യു? ഹോപ്പ് യു ഗോട്ട് ഓൾ മൈ ലെറ്റേഴ്സ് ആൻഡ് എൻജോയ്ഡ്. കത്തൊക്കെ കിട്ടി അല്ലേ. ഹിയർ ഐ വിഷ് യു വേർ വിത്ത് മീ നൗ. ഇറ്റ് ഈസ് സച്ച് ഫൺ ഹിയർ. വെൻ ഷാൽ വി മീറ്റ് അഗൈൻ? നമുക്ക് എപ്പോൾ കാണാം എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിക്കുന്നത് ലവിയിൽ. അപ്പോൾ അതിന് ഇമാജിൻ യു ആർ ഇർമ ആൻഡ് റൈറ്റ് റിപ്ലൈ ടു ലവി. നിങ്ങൾ ഇർമയാണ്, അപ്പോൾ ലവിക്ക് നിങ്ങൾ കത്ത് എഴുതണം, തിരിച്ച് മറുപടി കൊടുക്കണം. എന്തെഴുതാം? ഡിയർ ലവി, ഐ റിസീവ്ഡ് യുവർ ലെറ്റർ. ഐ എം സോ ഹാപ്പിയാണ് ആൻഡ് എക്സൈറ്റഡ് ടു നോ ദാറ്റ് യു ആർ സേഫ്. നീ സേഫ് ആണെന്ന കാര്യത്തിൽ. ബട്ട് ഇറ്റ് ഓൾസോ ബിറ്റർ സ്വീറ്റ് ബിക്കോസ് ഐ മിസ് യു ഡിയർലി. നിന്നെ ഞാൻ മിസ് ചെയ്യുന്നു. യുവർ വേർഡ്സ് ബ്രോട്ട് ബാക്ക് സോ മെനി മെമ്മറീസ് ഓഫ് അവർ ടൈം ടുഗദർ. നമ്മൾ കൂടി ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചു നിന്റെ വാക്കുകൾ. ഐ റിമെമ്പർ എവറി മൊമെന്റ് ആസ് ഇഫ് ഇറ്റ് വേർ യെസ്റ്റർഡേ. യു വേർ ഓൾവേസ് ബൈ മൈ സൈഡ് ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് എ മദർ ടേക്കിംഗ് കെയർ ഓഫ്. ഐ വിഷ്
I could be there with you now to see the world through your words. I often find myself daydreaming about the places you have described and imagining us exploring them together. Please tell me more about your journey. I am eager to hear all about your adventures. നിന്റെ ജേണിയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നോട് പറയൂ. നിന്റെ സാഹസികതകൾ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഐ ആം ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എവി വെൻ യു വിൽ ബി കമ്മിങ്. എപ്പോൾ തിരിച്ചു വരും? ടേക്ക് കെയർ ആൻഡ് കണ്ടിന്യൂ ടു എൻജോയ് യുവർ ട്രാവൽസ്. ഐ വിൽ ബി ദർ വെയിറ്റിംഗ് ഫോർ യു. നിന്നെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. വിത്ത് ഓപ്പൺ ആംസ് ആൻഡ് ഹേർട്ട് ഫുൾ ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് 6-ാമത്തെ, വാട്ട് ഇർമാസ് വേർ ലിവിങ് ഇൻ അവർ ടൈംസ്. നമ്മുടെ കാലത്ത് ജീവിക്കാന്ന് വിചാരിക്കുക. ക്ലോസ് യുവർ ബുക്ക് ആൻഡ് ലിസൺ ടു യുവർ ടീച്ചർ. എന്താണ്? ബുക്ക് ഒന്നും അടച്ചിട്ട് ടീച്ചറെ ശ്രദ്ധിക്കുക. ഇർമ ലൗഡ് സ്പെൻഡിങ് ടൈം വിത്ത് യുവർ ഫൗട്ട്സ്. ഇർമ എപ്പോഴും എന്താണ്? കൂട്ടുകാരോടൊപ്പം ചെലവഴിക്കുന്നത്. ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. വൈകിട്ട് അവൾ സൈക്കിൾ ചെയ്യും. ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ് ആവാതെ റൈഡ് ചെയ്യാൻ കഴിയും. ഏർലി ഇൻ ദി മോർണിംഗ് ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ. അവൾക്ക് വൈകിട്ട് ഫണ്ണാണ്, ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട്. ബട്ട് എവറിത്തിങ് ചേഞ്ച് വെൻ ഷീ ഗോട്ട് എ സ്മാർട്ട് ഫോൺ ഫോർ ഹെർ ബർത്ത്ഡേ. പക്ഷെ അവൾക്കൊരു ബർത്ത്ഡേക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയതോടുകൂടി എല്ലാം തീർന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്താണ്? നൗ റീഡ് ദ പാസേജ്, പിക്ക് ഔട്ട് ദ സെന്റൻസ് വിത്ത് വേർഡ്സ് ഇൻ ദി ഇറ്റാലിക്. ഇറ്റാലിക്കിൽ എഴുതിയ വേർഡ്സുകൾ എഴുതാനാണ് പറയുന്നത്. ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ സൈക്ലിംഗ്. കുറേ വാക്കുകളുണ്ട് അല്ലേ? ഇതിലെ വാക്കുകൾ ഇതാ. പിന്നെ ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഷീ വുഡ് ഹാവ് ഗ്രേറ്റ് ഫൺ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. അല്ലേ? അതൊക്കെ ഇങ്ങനെ താഴെപ്പെടെ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ സെന്റൻസ് ഫ്രം ദ എബോ. താഴെ ഈ മുകളിലെ സെന്റൻസുകൾ, സ്യൂട്ടബിൾ സെന്റൻസ് താഴെ കൊടുത്ത് പൂർത്തിയാക്കാൻ. ഷുഡ് എന്ന് പറഞ്ഞാൽ ടു റെഫർ ഡ്യൂട്ടി, ഒരു ബാധ്യത പറയാൻ വേണ്ടി നമ്മൾ ഷുഡ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ സ്പെൻഡിങ് ടൈം ഔട്ട്ഡോഴ്സ് ആൻഡ് എൻജോയിങ് റിയൽ ലൈഫ് മൂമെന്റ് ഷുഡ് ബി ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് ഡിജിറ്റൽ വേൾഡ് ടു ഹെർ. അല്ലേ? ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷുഡ് വെച്ച് വേറൊന്ന് പറയണം. എന്താണ്? ഇർമ മദർ നോട്ടീസ്ഡ് ദിസ് ആൻഡ് ഷീ വുഡ് തോട്ട് ഇർമ ഷുഡ് നോട്ട് ലെറ്റ് ഹെർ സെൽഫ് ബി ക്യാരിഡ് അവേ ബൈ ദി സ്മാർട്ട് ഫോൺ. അവൾ ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, ഷുർമെ വിടരുത്, അരുത് അല്ലേ? ഷുഡ് എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വുഡ് എന്ന് പറഞ്ഞാൽ ടു റെഫർ ടു പാസ്റ്റ് ഹാബിറ്റ്സ്. എന്താണ്? പഴയ ശീലങ്ങൾ അതിന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പം എങ്ങനെ പറയാം? ഇൻ ദി ഈവനിങ് ഷീ വുഡ് ഗോ. വൈകിട്ട് അവൾ പോവും. ഏർലി ഇൻ ദ മോർണിംഗ് ഷീ വുഡ് ഹാവ് വൈകിട്ട് അവൾക്ക് ഫണ്ണായിരിക്കും. അപ്പോൾ കഴിഞ്ഞതാണ്. ഷീ വുഡ് സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയിൽ അവൾ സ്ക്രോൾ ചെയ്യും. അടുത്ത കുഡ്, പാസ്റ്റ് എബിലിറ്റി, ചെയ്യാൻ കഴിയും, മുമ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ? മുമ്പ് അവൾ ശീലമായിരുന്നു എന്നാണ് ഇവിടെ മുമ്പ് കഴിവുണ്ടായിരുന്നു എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ ഷീ കുഡ് റൈഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. അവൾക്ക് ടയേർഡ് ആവാതെ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? സൈക്കിൾ ചവിട്ടാൻ പായിരുന്നു. ഷീ ഫൗണ്ട് ഷീ കുഡ് നോട്ട് ടേക്ക് ഹെർ ഐസ് ഓഫ് ദി സ്ക്രീൻ. എന്താണ്? അവൾക്ക് കണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഷീ കുഡ് നോട്ട് ഹെൽപ്പ് റീച്ചിങ് ഫോർ ഹെർ ഫോൺ ഈവൻ വെൻ ഷീ വാസ് ബിസി വിത്ത് അതർ തിങ്സ്. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ കുഡ്, വുഡ്, ഷുഡ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ എഴുതാനാണ്. ഇനി അടുത്ത് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. സ്റ്റോറിയിൽ നിന്ന് എടുത്ത സെൻറ്റൻസുകൾ ശ്രദ്ധിക്കുക. അതിൽ ഇറ്റാലിക്സ് വേർഡ്. ഹി മെറ്റ് എ ഗേൾ ഹൂ വാസ് ക്രൈയിങ്. കരയുന്ന കുട്ടിയെ അവൻ കണ്ടു എന്നാണ്. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ. കാഫ്ക ഒരു ലെറ്റർ തയ്യാറാക്കി വെച്ച്. ആ കത്ത് എങ്ങനെയുള്ളതാണ്? വാസ് മീൻ ടു ബി ഫ്രം ദ ഡോൾ. എന്താണ്? ഡോളിൽ നിന്നുള്ളത് അങ്ങനെയുള്ളൊരു ലെറ്റർ. അപ്പം ഇവിടെ പോയുണ്ട്. അതുപോലെ വേർഡ് ആക്ഷൻ ദാറ്റ്, ഹൂ, അതായത് ഹൂ, അതായത് ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറിച്ച് വരുമ്പോൾ ഹൂ, ഒരു പ്രവർത്തനമാകുമ്പോൾ ദാറ്റ് അല്ലെങ്കിൽ വിച്ച് കേട്ടോ. അപ്പോൾ ഈ സാധനങ്ങളുണ്ടല്ലോ. യൂസ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ് ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിയ ആൻഡ് മിലൻ. ദിയയും മിലയും തമ്മിലുള്ള
കോൺവെർസേഷൻ പൂർത്തിയാക്കാൻ ഈ ദാറ്റ്, വിച്ച്, ഹൂ ഉപയോഗിക്കുക. ഹാവ് യു ഹിയർഡ് ഓഫ് ദി എർത്ത് ഹീറോസ് ക്ലബ്? എർത്ത് ഹീറോസ് ക്ലബിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? നോ. വാട്ട്സ് ദാറ്റ്? അല്ല, അതെന്താണ്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് കിഡ്സ്. അതൊരു തരം കുട്ടികളുടെ ഗ്രൂപ്പാണ്. ഹൂ ആർ എന്നവരിവിടെ. ഹൂ ആർ റിയലി പാഷനേറ്റ്. അവരൊരുപാട് താല്പര്യമുള്ളവരാണ്. ദാറ്റ് സൗണ്ട്സ് കൂൾ. അത് കൊള്ളാലോ. ഹൂ ക്യാൻ ജോയിൻ? അതിൽ ആരൊക്കെ പങ്കെടുക്കാം? എനി വൺ ഹൂ വാണ്ട്സ്. ആർക്ക് വേണമെങ്കിലും. എനി വൺ ഹൂ വാണ്ട്സ്. ആഗ്രഹിക്കുന്ന ആർക്കും. ദാറ്റ്സ് വെരി സ്മാർട്ട്. അത് കൊള്ളാം. അപ്പോൾ they convinced the shopkeepers to give plastic bags. അവര് ഷോപ്പ് കീപ്പേഴ്സിനെ കൺവിൻസ് ചെയ്തു. പ്ലാസ്റ്റിക് ബാഗ്സ് ദാറ്റ് ആർ, അല്ലെങ്കിൽ വിച്ച് ആർ എന്നായിരിക്കും. ഇതാണ് വിച്ച് ആർ ഹാംഫുൾ ടു ദി എൻവയോൺമെന്റ് എന്നാണ് വരിക കേട്ടോ. ഇപ്പോൾ വസ്തുക്കളാകുമ്പോൾ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഒക്കെ വരും. വ്യക്തികൾ, അതായത് ഇപ്പോൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ എനിവൺ എന്ന് പറഞ്ഞ ഒരാളല്ലേ, അപ്പോൾ ഹൂ വരും. ദാറ്റ്സ് ബിഗ് അച്ചീവ്മെന്റ്. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഇൻ? നമുക്ക് എങ്ങനെ അതിൽ ചേരാം? യു ക്യാൻ അറ്റൻഡ് ദെയർ മീറ്റിംഗ്സ് ദാറ്റ് ദേ ഹോൾഡ് ആയിരിക്കും. ദാറ്റ് മീറ്റിംഗ്സ് ദാറ്റ് ദേ ഹോൾഡ് എവറി ഫ്രൈഡേ. ഓക്കെ. ഐ എക്സൈറ്റ് ടു ജോയിൻ. എനിക്കും അതിൽ പങ്കെടുക്കണം എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഈ പാഠ ചോദ്യങ്ങളും അതിൻ്റെ ആക്ടിവിറ്റീസും ഉത്തരങ്ങളൊക്കെ. അപ്പോൾ മക്കൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. വീണ്ടും കാണാം. താങ്ക് യു.